വിശദമായ വാർത്തയിലേക്ക്. മന്ത്രിസഭയിൽ എൻസിപി പ്രാതിനിധ്യമില്ലെങ്കിൽ രാജിയില്ലെന്ന നിലപാട് പരസ്യമാക്കി എ കെ ശശീന്ദ്രൻ. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ മന്ത്രിയെ പിൻവലിക്കാൻ ചാക്കോ വിഭാഗം നീക്കം നടത്തുന്നതിനിടെയാണ് എ കെ ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയത്. ശരത് പവാറിനെ കാണാൻ കഴിയാതെ ദില്ലിയിൽ നിന്ന് മടങ്ങിയതോടെ തോമസ് കെ തോമസിന് കാര്യങ്ങൾ തിരിച്ചടിയാവുകയാണ്. എൻസിപിയിൽ മന്ത്രിമാറ്റം സംബന്ധിച്ച സമ്മർദ്ദ നീക്കങ്ങൾ സജീവമായിരിക്കുന്നതിനിടെ നിലപാട് വ്യക്തമാക്കി മന്ത്രി എ കെ ശശീന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, ഒരുപാട് നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം വീണ്ടും അത് സമ്മർദ്ദ നീക്കത്തിന്റെ ഭാഗമായി പോളിറ്റ് ബ്യൂറോയിലൂടെ തോമസ് കെ തോമസ് ഇവിടേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു നീക്കം നടക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ എൻസിപിയിൽ സംഭവിക്കുന്നത്? തോമസ് കെ തോമസും സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയും ഞാനും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ ശരത് പവാർ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ പങ്കെടുത്തിരുന്നതാണ്. അത് 3 മാസമായി. ആ യോഗത്തിൽ വെച്ച് ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വന്നൊരു വസ്തുതയാണ്. അവിടെ ഞാനെടുത്ത നിലപാട് തോമസ് കെ തോമസിന് മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ നിമിഷം എൻ്റെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഞാൻ പാർട്ടി പ്രസിഡന്റിനാണ് തരണമെങ്കിൽ പ്രസിഡന്റിന്, മുഖ്യമന്ത്രിക്കാണ് കൊടുക്കാൻ തയ്യാറാണ്. തോമസിനെ മന്ത്രിയാക്കുന്നതിന് എൻ്റെ മന്ത്രിസ്ഥാനം ഒരു തടസ്സമല്ല. എന്നാൽ എൻ്റെ രാജിയിലൂടെ NCPക്ക് ക്യാബിനറ്റിലുള്ള പ്രാതിനിധ്യം ഇല്ലാതാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നതാണ്. പാർട്ടി പ്രവർത്തകന്മാർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഒരു ചെറിയ സംശയം. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അങ്ങനെ മന്ത്രിസ്ഥാനം തന്നെ, അതായത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്നില്ല എങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് NCPയുടെ പ്രതിനിധി അപ്പോൾ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ തോമസിനെ മന്ത്രിയാക്കാതിരിക്കുകയും ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലം പാർട്ടിക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതാവുക എന്നതാണ്. അവിടം വരെ പോകുന്നത് ശരിയല്ല എന്ന നിലപാട് ഞാൻ എടുത്തിരുന്നു. പാർട്ടിക്ക് അങ്ങനെ ഒരു പൊതു നിലപാടുണ്ടോ? അങ്ങനെ ഒരു നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? മുന്നണി വിടാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചില ചർച്ചകൾ നടക്കുന്നത് എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അല്ല, ആ ചർച്ച ബഹുമാനപ്പെട്ട പവാർജിയെ നടന്നപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞത് എൻ്റെ ആശങ്കയായി ഞാൻ ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ വരുമ്പോൾ അത് പ്രതിഷേധ സൂചകമായ ഒരു രാജിയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ളൊരു പ്രതിഷേധം. അത് NCPയെ പോലുള്ളൊരു പാർട്ടിക്ക് ഗുണം ചെയ്യില്ല, ദോഷമേ ചെയ്യൂ എന്ന് ഞാനിത് പറഞ്ഞപ്പോൾ, ഉറപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ പവാർജി എന്നോട് ചോദിച്ചാൽ എന്താ കാരണം? ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സാഹചര്യമുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയും ഞാനും മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഇങ്ങനൊരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ എൻ്റെ നിലപാട് ഇതായിരിക്കും, അതുകൂടി പരിഗണിച്ച് വേണം നിങ്ങൾ തീരുമാനമെടുക്കാനെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ആ വസ്തുത ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണ്. ആ പശ്ചാത്തലത്തിലാണ് ഞാനിങ്ങനെ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങൾ രണ്ടാളും പോയപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നത്. അത് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെയാണെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് നിർദ്ദേശിച്ചത്, നിങ്ങൾ 3 പേരും കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടിയുടെ ഒരു താല്പര്യം ഇതാണ്, ഈ താല്പര്യം അംഗീകരിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കണം. അദ്ദേഹം പറയുന്ന മറുപടി എന്താണ് എന്ന് പറഞ്ഞാൽ ആ മറുപടി എന്നെ അറിയിച്ചാൽ ഞാൻ CPMന്റെ ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്യാം. ഇത് 2-2.5 മാസം മുമ്പുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിന് ശേഷം പിന്നെ അനാവശ്യമായ പ്രസ്താവനകളോ സന്ദർശനങ്ങളോ യോഗങ്ങളോ ഒന്നും ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് താമസിച്ചു പോയത്? എല്ലാവർക്കും അറിയുന്ന പോലെ ആ മാസങ്ങളിലാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് NCPയുടെ ദേശീയ നേതാവായ ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ആ പോരാട്ടത്തിനിടയിൽ താരതമ്യേന നിസ്സാരമായ ചെറുതായി ഈ കാര്യത്തിന് സമയം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നലെ പ്രകാശ് കാരാട്ടുമായി സംസാരിക്കാമെന്ന് തീയതി നിശ്ചയിച്ചത്. അത് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയോ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയോ അതെന്തായി എന്നറിയുന്നതിന് വേണ്ടിയോ എന്താണെന്ന് എനിക്കറിയില്ല. സംസ്ഥാന പ്രസിഡന്റും MLA തോമസ് കെ തോമസും ഡൽഹിയിൽ പോയിരുന്നു. തോമസ് കെ തോമസ് പറഞ്ഞത് എൻ്റെ കാര്യം ഞാൻ വീണ്ടും പവാർജിയുമായി സംസാരിച്ചിട്ടുണ്ട്, അതൊന്നും തെറ്റല്ല. അല്ല, അങ്ങേക്കൊരു വിയോജിപ്പ് ഇല്ല എന്ന് അങ്ങ് വ്യക്തമാക്കുന്നു. അപ്പോൾ തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിൽ വിയോജിപ്പുള്ളത് മുഖ്യമന്ത്രിക്കാണ് എന്നാണോ അങ്ങേക്ക്? അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ 3 പേരും കൂടി പാർട്ടിയുടെ തീരുമാനം, ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം
തോമസിനെ മന്ത്രിയാക്കണമെന്നും ശശീന്ദ്രനെ പിൻവലിക്കലുമാണെന്നും അതിന് സഹായകമായ നിലപാട് സ്വീകരിക്കണമെന്നും പറഞ്ഞ കത്ത് ഞങ്ങൾ കൊടുത്തപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തിയത്. അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയാൽ അതാണ് ശരത് പവാർജിയെ അറിയിക്കേണ്ടത്. ഞങ്ങളിത് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി വിയോജിപ്പ് അറിയിച്ചു. അതുകൊണ്ട് ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അത് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്തതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ദേശീയ അധ്യക്ഷൻ ശരത് പവാർജി പ്രകാശ് കാരാട്ടുമായി സംസാരിച്ചു. ഇനി ആ സംസാരിച്ച വിവരം എന്താണ് എന്ന് പവാർജിയെ അറിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളോട് പറയും ഇന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. ഓക്കെ, ഈ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന സംസ്ഥാന അധ്യക്ഷന്റെ ഉൾപ്പെടെയുള്ള നിലപാട് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ലാത്തൊരു സാഹചര്യം വന്ന് അവർ ഒരു വിയോജിപ്പിലേക്ക് പോയി അങ്ങയുടെ രാജി കൂടി ആവശ്യപ്പെട്ടാൽ അങ്ങയുടെ നിലപാട് NCPക്കൊപ്പം LDFൽ തുടരുക എന്നുള്ളതാണോ അതോ പാർട്ടി പൊതുവായി കൈക്കൊള്ളുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതായിരിക്കും? പാർട്ടി LDFൽ നിന്ന് പോകാനുള്ള ചർച്ചയൊന്നും നടന്നിട്ടില്ലല്ലോ. പാർട്ടിക്ക് പക്ഷേ ഇങ്ങനെ വരുമ്പം ഒരു അകൽച്ച കൂടാൻ സാധ്യതയുണ്ട് എന്നൊരു രാഷ്ട്രീയ അസസ്മെന്റാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ LDFുമായി പിണങ്ങിപ്പിരിയും എന്ന ഒരു നിലക്കുള്ള ഒരു ഫോറത്തിലും ഒരു ചർച്ചയും തമാശയായി പോലും നടന്നിട്ടില്ല എന്നതിന്. പക്ഷേ അതൊരു അകൽച്ചയ്ക്ക് വഴിവെക്കും. കാരണം പ്രതിഷേധ സൂചകമായാണ് എന്നെ പിൻവലിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, അദ്ദേഹം വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. എന്താണ് ഇപ്പോൾ NCPയിൽ സംഭവിക്കുന്നത്? അശ്വതി, ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അത് ഒരു സമ്മർദ്ദ നീക്കമായി തന്നെ PC ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ചർച്ച നടത്തിയതിനു ശേഷം ശരത് പവാർ പോളിറ്റ് ബ്യൂറോയുടെ ചുമതലയുള്ള പ്രകാശ് കാരാട്ടുമായി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി അറിയിക്കണം എന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് തോമസ് കെ തോമസിനെ മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതിലുള്ള വിയോജിപ്പ് നേരത്തെ തന്നെ അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെയും തോമസ് കെ തോമസിനെയും ഉൾപ്പെടെ അറിയിച്ചതാണ്. അതിനുശേഷവും ഇങ്ങനെയൊരു സമ്മർദ്ദ നീക്കം ഉണ്ടാകുന്നതിനെ മുഖ്യമന്ത്രി എങ്ങനെ നോക്കിക്കാണും എന്നതാണ് ഇനി പ്രധാനമായി എടുത്തു പറയാനുള്ള കാര്യം. അവിടെ തോമസ് കെ തോമസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില ആരോപണങ്ങളാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിൽ, മന്ത്രിസഭയിലേക്ക് AK ശശീന്ദ്രന് പകരക്കാരനായി കൊണ്ടുവരുന്നതിൽ മുഖ്യമന്ത്രിക്കുള്ള വിയോജിപ്പിന്റെ പ്രധാന കാരണമായി മാറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. AK ശശീന്ദ്രനും ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളൊന്നും നടത്തുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പരോക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിയോജിപ്പിന്റെ കാരണങ്ങൾ എന്താണെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ അക്കാര്യം ഈ പാർട്ടി നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ, അതോടൊപ്പം തന്നെ തോമസ് കെ തോമസിനെയൊക്കെ നേരിൽ തന്നെ അറിയിച്ചതാണ്. അതിനുശേഷവും ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. അനാവശ്യമായ ഇത്തരം സന്ദർശനങ്ങൾ ദേശീയ നേതൃത്വവുമായി എന്ത് ചർച്ച ചെയ്യാനാണ് എന്ന തരത്തിലാണ് മന്ത്രി AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പരാമർശങ്ങൾ. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായി മന്ത്രി AK ശശീന്ദ്രന്റെ നിലപാടിനൊപ്പമാണ്. AK ശശീന്ദ്രനെ പൂർണ്ണമായി അദ്ദേഹം പിന്തുണയ്ക്കുകയാണ്. ശശീന്ദ്രൻ മന്ത്രിസഭയിൽ തുടരണമെന്ന നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഉറപ്പിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം മാറിക്കൊടുക്കണം എന്ന് മുഖ്യമന്ത്രി തന്നോട് ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം പറയുന്നതനുസരിച്ച് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനായി മുഖ്യമന്ത്രിക്ക് തടസ്സമില്ലെന്ന് വന്നാൽ ആ നിമിഷം താൻ രാജിക്കത്ത് കൈമാറുമെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ആത്മവിശ്വാസം മുഖ്യമന്ത്രിയുടെ നിലപാട് AK ശശീന്ദ്രന് അനുകൂലമായിട്ടാണ് എന്ന അദ്ദേഹത്തിന്റെ ബോധ്യം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ ദേശീയ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുമായി ഒരുപക്ഷെ ചർച്ച ചെയ്തേക്കും. അതിനുവേണ്ടി ഇന്ന് ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് അവർ എത്താനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇനി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളോട് മന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്, നേരത്തെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ തന്നെ സംസ്ഥാന നേതൃത്വത്തോട് സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയുമായി നിങ്ങൾ ഇരുന്ന് ചർച്ച നടത്തുക, എന്നിട്ട് മുഖ്യമന്ത്രി അവിടെ പറയുന്ന അഭിപ്രായം എന്താണെന്ന് തന്നെ അറിയിക്കുക. ഈ കാര്യമായിരുന്നു തന്നോട് ശരത് പവാർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് AK ശശീന്ദ്രനും തോമസ് കെ തോമസും അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയിട്ടുള്ള PC ചാക്കോയും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂടിക്കാഴ്ചയിലാണ് തോമസ് കെ തോമസിനെ
മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിനുള്ള വിയോജിപ്പ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിന്റെ കാരണങ്ങളടക്കം വ്യക്തമാക്കി. ആ കാര്യങ്ങളായിരുന്നു ദേശീയ നേതൃത്വത്തെ അറിയിക്കേണ്ടിയിരുന്നത്. പക്ഷേ അതാണോ ചർച്ച ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്ന് എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു വെക്കുമ്പോൾ ആ നിലപാടിലുള്ള വിയോജിപ്പ് കൂടിയാണ് പരോക്ഷമായി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പരസ്യമാകുന്നത്. എന്തായാലും NCPയിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. ആ പ്രതിസന്ധിയിൽ സംസ്ഥാന നേതൃത്വം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മുഖ്യമന്ത്രി ഒരു തരത്തിലും അത് അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇനി ഏത് തരത്തിലായിരിക്കും പാർട്ടി ഇതുമുന്നോട്ട് എടുക്കുന്ന തുടർ നീക്കങ്ങൾ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ള. ഒരുപക്ഷേ മന്ത്രിയെ തന്നെ പിൻവലിച്ചുകൊണ്ട് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടുമുള്ള പ്രതിഷേധം വ്യക്തമാക്കാനുള്ള സാധ്യതയ്ക്ക് തന്നെയാണ് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മുൻതൂക്കം കൂടുതൽ എന്നാണ് തോന്നുന്നത്. ശരി ഡാൻ, എന്തായാലും NCPയുടെ മന്ത്രിമാറ്റത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. കുട്ടമ്പുഴക്കാർക്ക് എന്നും ഭീഷണി കാട്ടാന. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ കിടങ്ങ് നിർമ്മാണം തുടരുകയാണ്. 8 കിലോമീറ്റർ ദൂരത്തിലാണ് കിടങ്ങ് നിർമ്മിക്കുന്നത്. ഫെൻസിംഗും വേഗത്തിലാക്കും. തെരുവ് വിളക്കുകൾ ഉടൻ സ്ഥാപിക്കും. അതേസമയം കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനകീയ പ്രതിഷേധം ശക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, വലിയ രീതിയിലുള്ള പ്രതിഷേധം അവർ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ഫെൻസിങ്ങും നിർമ്മാണവും ഒക്കെ വേഗത്തിലാക്കുന്നു, തെരുവ് വിളക്കുകൾ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അവരിലേക്ക് എത്രത്തോളം എത്തുന്നുണ്ട്? എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളിലെ എല്ലാം അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വരികയും ഇവിടെ ഫെൻസിംഗ് നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ ഈ ട്രഞ്ച് നിർമ്മിക്കുക എന്ന കാര്യത്തിനുമായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. അത് വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാമെന്ന് ജില്ലാ ഭരണകൂടം തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട്, സർക്കാർ നിർദ്ദേശപ്രകാരം നേരിട്ട് ഇടപെട്ടുകൊണ്ട് സമ്മതിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ തുടങ്ങിയിരുന്നു. അത് ആ രീതിയിലേക്ക് മാറിയിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായി മുന്നോട്ട് പോകുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ തണ്ണീർക്കുടി എന്ന് പറയുന്ന ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഈ ആന താരി എന്ന രീതിയിൽ തന്നെ രൂപപ്പെടുന്നു. കൂടുതലായിട്ട് ഈ സെറ്റിൽമെൻറ്റുകളിലേക്ക്, സമീപത്തുള്ള വീടുകളിലേക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ആന കടന്നു ചെല്ലുന്ന, ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കടന്നു ചെല്ലുന്നൊരു മേഖലയാണ്. ആ ഭാഗത്താണ് ഇതിൻ്റെ സർവ്വേ നടപടികൾ. അത് നേരത്തെ പൂർത്തിയാക്കിയിരുന്നതാണ്, നേരത്തെ അവിടെ അനുവദിച്ചിരുന്നതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് നിർമ്മാണം നീണ്ടുപോകുന്നു, അനന്തമായി നീണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് രാവിലെ മുതൽ പൂർവാധികം വേഗത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് തുടങ്ങിയിട്ടപ്പോൾ ഈ ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ദൂരത്തിൽ വളരെ പെട്ടെന്ന് ഇത് ചെയ്തു തീർക്കുക എന്നതാണ്. പ്രധാനമായും വീടുകളിലേക്ക് വരാതിരിക്കുന്ന രീതിയിലേക്ക് ഒരു കവചം എന്ന രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം റോഡുകളിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് കുറച്ച് മാറി, റോഡിനോട് ചേർന്ന് നിർമ്മിക്കാനായിട്ട് പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും അവിടെ തന്നെയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കപ്പുറം ഈ മേഖലയിലേക്ക് കടക്കാതെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന ആ ഇടങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ സ്ഥലം കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടങ്ങളിൽ ട്രഞ്ച് നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഈ റോഡുകളിൽ റോഡ് പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതി, ആളുകൾക്ക് നടന്നു പോകുന്ന ആ വശങ്ങളിലെല്ലാം പൂർണ്ണമായും വൈദ്യുതി വേലി പുനഃസ്ഥാപിക്കുക. നേരത്തെ ഉണ്ടായത് നാശം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ കുറെ കൂടി ബലവത്തായ രീതിയിലേക്ക് ഈ വൈദ്യുതി വേലികൾ നിർമ്മിക്കുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളിലേക്കെല്ലാം തന്നെ കടന്നിട്ടുണ്ട്. 27-ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവലോകന യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ തന്നെ അവിടെ ചേരുന്നുണ്ട്. അതിൽ എന്തുമാത്രം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇനിയുള്ള കാര്യങ്ങൾ എത്ര പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച് വിശദമായ ഒരു DPR ജില്ലാ കളക്ടർ അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ നടത്തിയ കാര്യങ്ങളുടെ പൂർണ്ണമായ വസ്തുതകൾ വിലയിരുത്തിക്കൊണ്ട് അത് ജനകീയ സമിതികളെ അടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. അത് പൂർണ്ണമായും വിലയിരുത്തിയതിന് ശേഷമായിരിക്കും സമരപരിപാടികൾ ഇനി എങ്ങനെ, അതായത് ഇപ്പോൾ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് പൂർണ്ണസജ്ജമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്കൂടെ നീങ്ങണമെന്നില്ല. പക്ഷേ അതിലേതെങ്കിലും രീതിയിലുള്ള കാലതാമസമുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ സമരപരിപാടികളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ശരി ഡാനി. അതേസമയം കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പിനെതിരെ കോതമംഗലം രൂപത രംഗത്തെത്തി. ജനങ്ങളെ ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുകയാണെന്ന് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ വിമർശിച്ചു. 27-ന് ചേരുന്ന യോഗത്തിൽ സമരത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായിട്ട് പറഞ്ഞതെങ്കിൽ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, കളക്ടർ വന്നപ്പോൾ ഏതാണ്ടൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായി.
DFO വളരെ എതിർ മനോഭാവമായിരുന്നുണ്ടായിരുന്നത്. കളക്ടർ വന്നപ്പോഴാണ് ഇനി കളക്ടറിൽ ഞങ്ങൾക്ക് അല്പം വിശ്വാസമുണ്ട്. 27-ാം തീയതി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കളക്ടർ വന്ന് റിവ്യൂ ചെയ്യാൻ വരുമ്പോൾ. അപ്പോൾ എന്തെങ്കിലും നന്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോലീസ് ഓഫീസർ പറയരുത്, നിങ്ങൾ നല്ല മനുഷ്യരാണ്, പക്ഷേ ഫോറസ്റ്റുകാർ അവരെ ഒരു രീതിയിലും നമ്മളെ സഹായിക്കുന്നില്ല, നമ്മൾ എതിരായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ നമ്മളൊരു എന്താ പറയണത്, ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ് അവർ. കർഷകരെ കാണുന്നതന്നെ അറിയാമോ, നമുക്കെതിരായിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാഹചര്യം ഉണ്ടാകണം. ഫോറസ്റ്റ് എതിര് നിൽക്കുന്നത് ഇത് ശത്രുക്കളായിട്ട് കാണരുത്. മനുഷ്യത്വപരമായിട്ട് മാറണം, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം, അത്രേ പറഞ്ഞുള്ളൂ. കാട്ടാന ആക്രമണത്തിൽ വലിയ പ്രതിഷേധം കോതമംഗലത്ത് തുടരുന്നതിനിടെ തൃശൂർ പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 4 മണിക്കിറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളിൽ നിലയുറപ്പിക്കുകയായിരുന്നു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. നേരം വെളുക്കാറായപ്പോഴാണ് ഇതിൽ 4 മണിക്ക് ശേഷം കാട്ടാന ഇറങ്ങിയത്. ആൾക്കാർ നല്ല ഉറക്കമുള്ള സമയത്ത് കാട്ടാന ഇറങ്ങി. പക്ഷേ ഇതെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് അറിയണത്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് കാട്ടാന വരുന്നു, പരാതിപ്പെട്ടാൽ അതിനെക്കുറിച്ച് യാതൊരു തീരുമാനമില്ല. അതുപോലെ ഇവിടെ ജനങ്ങളുടെ ജീവന് യാതൊരു സംരക്ഷണം കൊടുക്കാൻ ഗവൺമെൻറ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ആരും സന്നദ്ധമല്ല. ഫോറസ്റ്റ് ആയാലും ആരായാലും ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോൾ ഞങ്ങൾ പരാതി കൊടുക്കാമെന്നല്ലാതെ അതിനെക്കുറിച്ച് തീരുമാനം പിന്നീടുണ്ടാകാറില്ല. കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളവർ. അപ്പോൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വർഷങ്ങളായി കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ നശിച്ചു പോകുമ്പോൾ അവരുടെ ജീവിതം ദുരിതത്തിലാവുകയാണ്. ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ആ പട്ടീനെ സംരക്ഷിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ ആ കടിയേറ്റവനെ നോക്കാൻ ഒരാളില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ ആന വരുമ്പോഴുള്ളത്. ആന കയറി എന്ത് നശിപ്പിച്ചാലും അന്ന് ഉദ്യോഗസ്ഥന്മാർ വരുമെന്നല്ലാണ്ട് പിന്നെ അതിനെക്കുറിച്ച് യാതൊരു തീരുമാനമില്ല. തൃശൂർ പാലപ്പിള്ളിയിൽ തന്നെ കടുവ ഇറങ്ങി എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. പാലപ്പിള്ളി KFRIക്ക് സമീപമാണ് കടുവയെ കണ്ടത്. റോഡ് മുറിച്ച് കശുമാവിൻ തോട്ടത്തിലേക്ക് കടുവ കയറിയതായി പ്രദേശവാസികൾ പറയുന്നു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറകളും പ്രദേശത്ത് കൂടും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റു വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. പാർലമെന്റിനകത്തും പുറത്തും ബില്ലിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 4 ദിവസം വളരെ ചൂടേറിയ ചർച്ചകൾക്കാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. 2 ദിവസം ലോക്സഭയിൽ ഭരണഘടനയുടെ 75-ാം വർഷത്തെ മഹത്തായ യാത്രയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആദ്യം ലോക്സഭയിൽ നടന്നു, പിന്നീട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്നു. ഇന്നലെ അതിന് ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മറുപടി പറയുകയും ചെയ്തു. സ്വാഭാവികമായി അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും പുകയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തൻ്റെ മറുപടി പ്രസംഗത്തിൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസ് അനാവശ്യമായി അംബേദ്കറുടെ പേര് ഉപയോഗിക്കുന്നു. അംബേദ്കർ 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 എന്ന് ഇങ്ങനെ കോൺഗ്രസ് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടിയേനെ എന്ന അമിത്ഷായുടെ പ്രതികരണം വലിയ തോതിൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ട്വീറ്റുമായി രംഗത്തെത്തി. അംബേദ്കറെ അധിക്ഷേപിക്കുന്നത് മനുസ്മൃതിയെ പിന്താങ്ങുന്ന BJPയുടെ നിലപാടിനെയാണ് കാണിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇത് ഇന്നും പാർലമെൻറ്റിൽ ഉയരും എന്നാണ് കണക്കാക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ഇന്നലെ തൻ്റെ മറുപടി പ്രസംഗത്തിനിടയിൽ പൊതു വ്യക്തി നിയമം അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് എന്ന UCC എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാനുള്ള നീക്കം ഉണ്ടാകും എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വരും എന്ന സൂചന അമിത്ഷാ നൽകുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഈ വിഷയവും വലിയ തർക്കത്തിന് ഇട നൽകും. BJP പാർലമെൻറ്റിനെയും അതുപോലെ ജനപ്രതിനിധി സഭയെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നു എന്ന വീണ്ടും വാർത്തയിലേക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെ നടപടി. വൈദികരെ ചുമതലകളിൽ നിന്ന് നീക്കി ബസലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളന് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും നിർദ്ദേശം നൽകി. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരായ നടപടിക്ക് മുന്നോടിയായി ട്രൈബ്യൂണലും രൂപീകരിക്കും. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരുന്നു. ടോം, ഏതൊക്കെ വൈദികർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്? അശ്വതി, എറണാകുളം അങ്കമാലി അതിരൂപതയില് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിമത
നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന വൈദികർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്കെതിരെ കൂട്ട നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് സഭാ നേതൃത്വം നൽകുന്നത്. നിലവിൽ 4 വൈദികരെ ചുമതലകളിൽ നിന്നും നീക്കിയിട്ടുണ്ട്. എറണാകുളം ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളനോട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ ഇടവകളിലെ വികാരിമാരായിരുന്ന ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ 3 പേരോടും മറ്റ് പ്രീസ്റ്റ് ഹോമിലേക്ക് തലയോലപ്പറമ്പ് പൊതിയിലുള്ള പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് ഈ 4 വൈദികർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ ട്രിബ്യൂണൽ, സഭാ കോടതി രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമത വൈദികർക്കെതിരായ നടപടിക്ക് മുന്നോടിയായിട്ടാണ് ഈ സഭാ ട്രിബ്യൂണൽ രൂപീകരിക്കുന്നത്. ക്രിസ്മസിന് മുൻപ് തന്നെ കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സഭാ നേതൃത്വം നൽകുന്ന സൂചന. നേരത്തെ 4 വൈദികർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ, ബസിലിക്ക പള്ളികളിലെ വൈദികർക്കെതിരെ, വികാരിമാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ മാറ്റി, ഈ 4 പേരെയും മാറ്റി പുതിയ വികാരിമാരെയും അഡ്മിനിസ്ട്രേറ്റർമാരെയും നിയമിച്ചിരുന്നു. എന്നാൽ പുതിയ വികാരിമാർക്ക് അവിടെ ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാവുകയും നിലവിലുണ്ടായിരുന്ന വികാരിമാർ തലസ്ഥാനത്ത് നിന്ന് മാറാതിരിക്കുകയും ആ ഇടവകയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ 4 പേർക്കെതിരെയും കർശന നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ഉത്തരവ്, ഈ കൽപ്പന പാലിച്ചില്ലെങ്കിൽ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കൽപ്പന പാലിച്ചില്ലെങ്കിൽ 4 പേർക്കെതിരെയും കടുത്ത നടപടി, അതായത് അവരെ ഈ ചുമതലകളിൽ നിന്ന് നീക്കുന്നതിനൊപ്പം തന്നെ കുർബാന വിലക്ക് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളും ഉണ്ടാകുമെന്നാണ് സൂചന. ശരി, ടോം കുര്യാക്കോസ് ആണ് കൊച്ചിയിൽ നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള BJP എംപിമാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ വിട്ടുനിന്നത് വിവാദമാകുന്നു. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, ജഗദാംബിക പാൽ, ശന്തനു ഠാക്കൂർ എന്നിവരാണ് വിട്ടുനിന്നത്. സംഭവത്തിൽ വിശദീകരണം തേടാൻ ഒരുങ്ങുകയാണ് പാർട്ടി. മനു ഭരത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, BJP നേതാക്കൾ എല്ലാവരും ഉണ്ടാകണം, എംപിമാരെല്ലാവരും ഉണ്ടാകണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്താണ് ഇതിൽ ഇപ്പോൾ വിവാദം വന്നിരിക്കുന്ന വിവരങ്ങൾ? അശ്വതി, ഈ ബില്ല് വളരെ നിർണായകമാണെന്നും ഇത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും നിർബന്ധിതമായി ഹാജർ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട BJP നേരത്തെ തന്നെ ആളുകളെ ഈ കാര്യം ധരിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വിപ്പ് നൽകുകയും ചെയ്തിരുന്നു. BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ 20-ലധികം എംപിമാർക്ക് ഈ ചടങ്ങുമായി അല്ലെങ്കിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെ ഹാജരാകാൻ കഴിഞ്ഞില്ല എന്നതാണ് അതിലെ ഏറ്റവും നിർണായകമായ കാര്യം. നമുക്കറിയാം 293 വോട്ടെങ്കിലും BJPക്ക് കിട്ടേണ്ടതായിരുന്നു, NDA സർക്കാരിന് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഈ അത്രയും വോട്ട് കിട്ടാത്തൊരു പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു പരിശോധന നടന്നത്. നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഹാജരായിട്ടില്ല എന്നത് BJPയെ പ്രതിരോധത്തിലാക്കുന്നു. ഇതിൻ്റെ കാര്യം എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റ് ചില എംപിമാർ അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ സൂചിപ്പിച്ച് അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾ മുൻനിർത്തി പോവുകയാണ്, വരാൻ കഴിയില്ല എന്ന് പാർട്ടിയെ അറിയിച്ചിരുന്നു. എന്നാൽ അത് അറിയിക്കാതെ ആളുകൾ വിട്ടുന്നതിൻ്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാണ് BJP നിലപാട്. ഇത് പാർട്ടിക്കകത്ത് അവരുടെ വിശദീകരണം തേടണം എന്ന് പറയുന്നു. അതേസമയം കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ഭഗീരഥ് ചൗധരിയും ജയ്പൂരിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ ജയ്പൂരിൽ അവിടെ നരേന്ദ്രമോദിയും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവരവിടെ സർക്കാരിൻ്റെ 1 വർഷം പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നതുകൊണ്ട് അവർക്ക് ഹാജരാകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചില ആളുകൾ വ്യക്തിപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹാജരായില്ല. പക്ഷേ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, ജഗദംബിക പാൽ, ശാന്തനു ഠാക്കൂർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടി വരും. ബില്ലുകൾ വിജയകരമായി അവതരിപ്പിച്ചെങ്കിൽ ട്രഷറി ബെഞ്ചുകളിൽ എംപിമാരുടെ അസാന്നിധ്യം BJPക്ക് അകത്ത് വലിയ ചർച്ചാ വിഷയമാകുകയാണ്. പിന്തുണ കുറയാനുള്ള കാരണം എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന കാര്യം ശക്തമാകുന്നു. മാത്രമല്ല ഈ ആളുകൾ വിട്ടുനിന്നത് നേതൃത്വത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. മുൻകൂട്ടി വിപ്പ് പുറപ്പെടുവിച്ചെങ്കിലും അത് പാലിക്കാൻ ആളുകൾ തയ്യാറാകാത്ത സാഹചര്യമെന്ന് വിശദീകരിക്കണം
എന്നാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മനു, ഇന്നത്തെ നടപടികളിലേക്ക് വരുമ്പോൾ ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലെ? ബില്ല് പരിശോധിക്കുന്നതിനായുള്ള സംയുക്ത സമിതിയെ രൂപീകരിക്കുന്ന നടപടികൾക്ക് തുടക്കമാകുമെന്ന് അറിയുന്നു. ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ? കഴിഞ്ഞ ദിവസം വന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ചില വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. BJP ഏകാധിപത്യ നിലപാടിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർ പ്രതികരണങ്ങൾ ഇന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയത്, അതിലൊന്ന് അംബേദ്കറെ സംബന്ധിക്കുന്നതാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികൾ ഇന്നലെ രാത്രി തന്നെ അതുമായി രംഗത്ത് വന്നിരുന്നു. അമിത്ഷാ പറഞ്ഞത് കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും അംബേദ്കർ 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 എന്നിങ്ങനെ പറയുന്നു. ഇത്രയും തവണ അംബേദ്കറുടെ പേര് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടും എന്നത്. പക്ഷേ അംബേദ്കറെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നൊരു ആക്ഷേപം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷേ ഇത് അംബേദ്കറെ അധിക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയി എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ ഈ വിഷയം കൂടുതൽ ശക്തമായി ഉന്നയിച്ചേക്കാം. ഒപ്പം തന്നെ ഈ ഏകീകൃത സിവിൽ കോഡ് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണം എന്ന ഒരു നിലപാട് കൂടി കോൺഗ്രസ് രൂക്ഷ വിമർശനത്തിന് ഇടയാക്കും. കാരണം കഴിഞ്ഞ ദിവസം അമിത്ഷാ ഇത് വ്യക്തമാക്കി, എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന്. സ്വാഭാവികമായും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതിഷേധവുമായി അതിനെതിരെ രംഗത്ത് വരുമെന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. പുഷ്പ 2 സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റ കുട്ടിക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. മരിച്ച രേവതിയുടെ മകൻ ശ്രീതേജ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ഇന്നലെ സംസ്ഥാന ആരോഗ്യവകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി ചർച്ച നടത്തിയിരുന്നു. VR കാർത്തിക്കാണ് ചേരുന്നത് വിവരങ്ങളുമായി. കാർത്തിക്, അത്യന്തം ദുഃഖകരമായ വാർത്തയാണ്. അമ്മ നേരത്തെ മരിച്ചിരുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ മരണവും മസ്തിഷ്ക മരണവും സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഡിസംബർ 4-നാണ് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിന് മുന്നിൽ ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അന്ന് തന്നെ കുട്ടിയുടെ അമ്മ രേവതി മരിച്ചിരുന്നു. ഈ കുട്ടിയും അമ്മയ്ക്കൊപ്പം കുഴഞ്ഞു വീഴുകയായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഡോക്ടർമാർ എല്ലാ തരത്തിലുള്ള പരിചരണവും നൽകാൻ ശ്രമിച്ചു. ഹൈദരാബാദിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പീഡിയാട്രിക് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് കുട്ടി ഈ 13 ദിവസവും ഉള്ളത്. ആദ്യം മുതൽ തന്നെ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ടിലായിരുന്നു ജീവൻ നിലനിർത്തി പോകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അതിനിടെ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ആശുപത്രിയിലെത്തി ഡോക്ടർമാരുമായി ചർച്ച നടത്തി. ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത്തരത്തിൽ കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നും ബ്രെയിൻ ഡെത്ത് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു എന്ന വിവരവും മാധ്യമങ്ങൾക്ക് മുൻപാകെ അറിയിച്ചത്. സ്വാഭാവികമായും ഇന്ന് അല്പസമയത്തിനകം മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങും. ആ മെഡിക്കൽ ബുള്ളറ്റിനായിരിക്കും ആരോഗ്യ വിവരങ്ങൾ സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ വരിക. എന്തായാലും കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ശ്രീതേജ 9 വയസ്സ് മാത്രമാണ് പ്രായം. അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ട് എന്ന് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങളിൽ തെലങ്കാന സർക്കാരും എല്ലാ സഹായവും നൽകും എന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. അതിനിടെ മറ്റൊന്ന് അശ്വതി, 11 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഈ തിയേറ്റർ ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഹൈദരാബാദ് പോലീസ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് തിരക്ക് മുൻകൂട്ടി കണ്ട് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താൻ തിയേറ്റർ മാനേജ്മെന്റിന് കഴിഞ്ഞില്ല എന്നാണ് ഈ നോട്ടീസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഡിസംബർ 12 ഡേറ്റിട്ടുള്ള നോട്ടീസാണ് നൽകിയത്. 10 ദിവസത്തിനുള്ളിൽ ഈ നോട്ടീസിന് വിശദമായ മറുപടി തിയേറ്റർ മാനേജ്മെന്റ് നൽകണം. ഈ മറുപടി തൃപ്തികരമല്ലെങ്കിൽ തിയേറ്ററിന്റെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കുന്ന കടുത്ത നടപടികളിലേക്ക് പോകും എന്നാണ് ഹൈദരാബാദ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രധാനമായും എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഇത്രയേറെ തിരക്ക് മുൻകൂട്ടി കാണാനും എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കൃത്യമായി രേഖപ്പെടുത്താനും ഒന്നും കഴിഞ്ഞില്ല. മാത്രമല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തിയേറ്ററിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിയേറ്റർ മാനേജ്മെന്റിന് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ കേസിൽ നടപടികളുമായി ശക്തമായി ഹൈദരാബാദ് പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അശ്വതി. ശരി കാർത്തിക്. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഇന്നലെ 86,000-ഓളം ഭക്തർ ദർശനം നടത്തി. ഇന്ന് രാവിലെയും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നു മുതൽ എരുമേലി കാനന പാത വഴി എത്തുന്ന ഭക്തർക്ക് വാവർ നട വഴി ദർശനത്തിന് സൗകര്യമുണ്ടാകും.
ശബരിമലയിൽ വലിയ തിരക്ക് തന്നെ തുടരുകയാണ്. ഇന്നലെയും ഏതാണ്ട് 90,000-അടുത്ത ഭക്തർ ദർശനത്തിനെത്തി. ഇന്ന് രാവിലെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 88,561 ഭക്തരാണ് ദർശനത്തിനെത്തിയത്. 19,144 പേർ, അതായത് ഏതാണ്ട് 20,000-അടുത്ത് ഭക്തർ സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്താണ് ഈ സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ നല്ല തിരക്കാണ്. 7 മണി വരെയുള്ള കണക്ക് മാത്രം അനുസരിച്ച് 27,658 ഭക്തർ സന്നിധാനത്ത് ദർശനം നടത്തി. അതായത് ഇന്നലത്തെ കണക്കിന് ഏതാണ്ട് സമാനമായ രീതിയിലുള്ള തിരക്കാണ് ഇന്ന് രാവിലെയും അനുഭവപ്പെടുന്നത്. നടപ്പന്തലിലും ഒപ്പം തന്നെ അതിനപ്പുറത്തുമെല്ലാം വലിയ നീണ്ട ക്യൂ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് മരക്കൂട്ടം മുതൽ പലയിടത്തും നിയന്ത്രണങ്ങൾ വരുത്തിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കുട്ടികളുടെ ക്യൂ അടക്കമുള്ളിടത്ത് വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അതായത് അവിടെയും മറ്റു ഭക്തരെ കൂടി കടത്തിവിടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കുട്ടികളുണ്ടെങ്കിൽ പോലും. അതായത് ഈ 18-ാം പടിക്ക് താഴെ തന്നെ വലിയ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച സാധാരണഗതിയിലില്ല, അപൂർവമായാണ് അങ്ങനെ കാണാറുള്ളത്. ഇന്നത്തെ തിരക്കിൻ്റെ ഒരു സൂചന കൂടിയാണിത്. മറ്റൊന്നുള്ളത്, എല്ലാ 15 മിനിറ്റിലും ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. അതായത് ഈ സന്നിധാനത്ത് കൂടുതൽ സമയം തങ്ങുന്നവർ ഇവിടെ നിന്ന് പമ്പയിലേക്ക് മടങ്ങണം എന്നുള്ളത്. സന്നിധാനത്ത് കൂടുതൽ തിരക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോലീസും ഒക്കെ എത്തുന്നത്. മണ്ഡല പൂജയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തിരക്ക് കൂടുതൽ ഉണ്ടാകും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണത്തിനാണ് ശബരിമല സന്നിധാനത്ത് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ അതിനുള്ള ക്രമീകരണങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്കിലേക്ക് തുടർന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ എരുമേലി കാനന പാത വഴി കടന്നു വരുന്നവർക്ക് ഈ വാവർ നടയിലെത്തി നേരിട്ട് ദർശനത്തിനുള്ള സൗകര്യവും തുടങ്ങിയിട്ടുണ്ട്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ഇടവേള. പാർലമെന്റിനകത്തും പുറത്തും ബില്ലിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 4 ദിവസം വളരെ ചൂടേറിയ ചർച്ചകൾക്കാണ് പാർലമെൻറ്റ് സാക്ഷ്യം വഹിച്ചത്. 2 ദിവസം ലോക്സഭയിൽ ഭരണഘടനയുടെ 75-ാം വർഷത്തെ മഹത്തായ യാത്രയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആദ്യം ലോക്സഭയിൽ നടന്നു, പിന്നീട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്നു. ഇന്നലെ അതിന് ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മറുപടി പറയുകയും ചെയ്തു. സ്വാഭാവികമായി അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും പുകയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തൻ്റെ മറുപടി പ്രസംഗത്തിൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസ് അനാവശ്യമായി അംബേദ്കറുടെ പേര് ഉപയോഗിക്കുന്നു. അംബേദ്കർ 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 എന്ന് ഇങ്ങനെ കോൺഗ്രസ് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടിയേനെ എന്ന അമിത്ഷായുടെ പ്രതികരണം വലിയ തോതിൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ട്വീറ്റുമായി രംഗത്തെത്തി. അംബേദ്കറെ അധിക്ഷേപിക്കുന്നത് മനുസ്മൃതിയെ പിന്താങ്ങുന്ന BJPയുടെ നിലപാടിനെയാണ് കാണിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇത് ഇന്നും പാർലമെൻറ്റിൽ ഉയരും എന്നാണ് കണക്കാക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ഇന്നലെ തൻ്റെ മറുപടി പ്രസംഗത്തിനിടയിൽ പൊതു വ്യക്തി നിയമം അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് എന്ന UCC എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാനുള്ള നീക്കം ഉണ്ടാകും എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായി എല്ലാ CPM ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വഞ്ചിയൂരിൽ പൊതുവഴി തടഞ്ഞ് പന്തലിട്ടതിൽ കോടതി അലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പൊതുസമ്മേളന വേദിയിലുണ്ടായിരുന്നവരെയും പ്രതി ചേർത്തോ എന്നത് ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് പോലീസ് മറുപടി നൽകും. സെക്രട്ടേറിയറ്റ് നടയിൽ CPIയുടെ ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിന്റ് കൌൺസിൽ വഴി തടഞ്ഞ് നടത്തിയ സമരത്തിലും സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും വിശദീകരണം നൽകും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവരാണ് കോടതിയലക്ഷ്യ കേസിലെ എതിർകക്ഷികൾ. വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ ഒളിവിലുള്ള 2 പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. വിഷ്ണു, നബീൽ എന്നിവരെയാണ് പിടികൂടാനുള്ളത്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കേസിൽ അഭിരാം, മുഹമ്മദ് അർഷിദ് എന്നിവരെ പിടികൂടിയിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചെമ്മാടൂരിലെ മാദനെ യുവാക്കൾ കാറിൽ കുടുക്കി റോഡിലൂടെ വലിച്ചിഴച്ചത്. പരിക്കേറ്റ മാദൻ ചികിത്സയിലാണ്.
അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടുനൽകണമെന്ന പെൺമക്കളുടെ ആവശ്യത്തിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടുനൽകണം എന്നായിരുന്നു ലോറൻസിന്റെ ആഗ്രഹമെന്ന മകന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് പെൺമക്കൾ അപ്പീൽ നൽകിയത്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് S. മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം നാളെ നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നവദമ്പതികളായ നിഖിൽ മത്തായി, അനു, നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ, അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 8 മണിയോടെ കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ സംസ്കാരം നടക്കും. നവംബർ 30-ന് വിവാഹിതരായ നിഖിലും അനുവും മലേഷ്യയിൽ നിന്നും മധുവിധ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോയി മടങ്ങി വരുമ്പോഴാണ് അപകടമുണ്ടായത്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി ഇവർ സഞ്ചരിച്ച കാർ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി മുറിഞ്ഞകല്ലിൽ വെച്ച് ഞായറാഴ്ച ഉണ്ടായ അപകടത്തിലാണ് 4 പേര് മരിച്ചത്. നിഖിലിന്റെ സഹോദരി അടക്കമുള്ള ബന്ധുക്കൾ വിദേശത്തായതിനാൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ പത്തനംതിട്ട ഇടത്തിട്ടയിലെ സ്വകാര്യ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇന്ത്യ ചൈനീസ് ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്യാൻ ഇരു രാജ്യങ്ങളുടെയും പ്രത്യേക പ്രതിനിധികൾ ഇന്ന് യോഗം ചേരും. ബീജിംഗിൽ നടക്കുന്ന യോഗത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ 23ാമത് യോഗമാണ് ഇന്ന് ബെയ്ജിംഗിൽ നടക്കുന്നത്. കിഴക്കൻ ലഡാക്കിൽ സൈനികരെ പിരിച്ചുവിടാനുള്ള ഒക്ടോബർ 21 കരാറിന്റെ തുടർച്ചയാണ് യോഗം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യ കമ്മീഷൻ ഓഫീസ് ഡയറക്ടർ വാങ്ങിയുമാണ് യോഗം ചേരുന്നത്. വ്യാപാരമൊഴികെയുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം 2020 ഏപ്രിൽ മുതൽ ആരംഭിച്ച അതിർത്തിയിലെ സംഘർഷാവസ്ഥ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരുന്നു. ആഴ്ചകളോളം നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷം ഒക്ടോബറിലായിരുന്നു ചൈനയുമായി സമവായത്തിലെത്തിയത്. ഇന്ത്യ ചൈന അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനായി 2003-ലായിരുന്നു പ്രത്യേക പ്രതിനിധി സംവിധാനം ആരംഭിച്ചത്. 2019-ലായിരുന്നു പ്രതിനിധി സംഘം അവസാനമായി യോഗം ചേർന്നത്. അതിർത്തി തർക്കത്തിന് ശാശ്വത പരിഹാരം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സംഘർഷ സാധ്യതകൾ പരിഹരിക്കാൻ പ്രതിനിധി സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് ഇന്ന് കേസെടുത്തേക്കും. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇവ പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് നീങ്ങുക. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അശ്വതി, ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം ആദ്യമായി യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷം ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ധാരണയും എടുത്തു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ചില രേഖകൾ ഇന്നലെ തന്നെ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ഇന്ന് AOയിൽ നിന്നുള്ള ചില വിവരങ്ങൾ കൂടി ശേഖരിക്കും. ഇതിനുശേഷമാവും കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. ഏതാണ്ട് ഇന്ന് ഉച്ചതിരിഞ്ഞോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷമാവും ഈ പ്രതികളെന്ന് കരുതുന്ന, അതായത് MS സൊല്യൂഷൻസിൻ്റെ ഷുഹൈബ് അടക്കമുള്ള ആളുകളെ, ഒപ്പം ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകരെയും മറ്റുമൊക്കെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങുക. എന്തായാലും ഈ ചോർച്ച നടന്നു എന്നതിൻ്റെ ഒരു സ്ഥിരീകരണം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് ക്രൈംബ്രാഞ്ചിന് ആദ്യം ലഭിക്കേണ്ടത്. അതിനുശേഷം ഈ പരീക്ഷയ്ക്ക് നൽകിയ ചോദ്യപേപ്പറും യൂട്യൂബിൽ വന്ന ചോദ്യങ്ങളുമായി ഒത്തു നോക്കും. ഇത് പിന്നീടാവും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും വളരെ ഗൗരവത്തിൽ തന്നെയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ വ്യക്തമാക്കിയത്. 2 തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുരോഗമിക്കുന്നു. ഒന്ന്, ഈ ക്രൈംബ്രാഞ്ച് നടത്തുന്ന ഈ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം. മറ്റൊന്ന് ആഭ്യന്തരമായ അന്വേഷണമാണ്. അത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നടത്തുന്നതാണ്. കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ഈ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് ചോദ്യപേപ്പറിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ചോർത്തി നൽകിയത് എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ സംഘടനകളടക്കം അത്തരമൊരു ആക്ഷേപവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആർക്കൊക്കെയാണ് ഇത്തരം സ്വകാര്യ കോച്ചിങ് സെൻ്ററുകളുമായി അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററുകളുമായി ബന്ധമുള്ളത് എന്ന് കണ്ടെത്താനുള്ള തീവ്രമായ നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ്
മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇത്തരത്തിലൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും നിർത്തിവെച്ചിരുന്ന യൂട്യൂബ് പേജിൽ സംപ്രേഷണം ഇന്നലെ MS സൊല്യൂഷൻസ് പുനരാരംഭിച്ചിട്ടുണ്ട്. അവർ ഇന്ന് നടക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ നൽകുകയും താൻ ഭീകരമായി വേട്ടയാടുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്ത് മറ്റ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കില്ലാത്ത പ്രശ്നം, അല്ലെങ്കിൽ അവർക്കെതിരെ ഒന്നും ചെറുവില്ലനക്കാത്തവർ തങ്ങൾക്ക് മാത്രം നേരെ തിരിയുന്നു എന്ന ആരോപണമടക്കം ഷുഹൈബ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഒപ്പം 8-9 ക്ലാസ്സുകളിലേക്കുള്ള പുതിയ പേജുകൾ കൂടി തുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും നിലവിൽ യാദൃച്ഛികമായാണ് ഇത്തരത്തിലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഷുഹൈബും മറ്റ് അധ്യാപകരുമൊക്കെ. എന്തായാലും ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നതോടുകൂടി ഇപ്പോൾ ഈ കുറ്റക്കാരെ അല്ലെങ്കിൽ ഈ ചോർത്തിയവരെ അടക്കം ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത കൈവരും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും പ്രതീക്ഷ. ശരി അനീഷ്, ഒന്ന് തുടരണം. ഇന്നലെ ആത്മഹത്യ ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ലക്ഷ്മി രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മരണകാരണത്തെക്കുറിച്ച് വ്യക്തത ലഭിച്ചിട്ടില്ല. സഹപാഠികളുടെയും കുടുംബത്തിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. അനീഷ്, വളരെ ചെറിയ കുട്ടിയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാവിലെ 12 മണി, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ലക്ഷ്മിയുടെ മൃതദേഹം അല്ലെങ്കിൽ തൂങ്ങി മരിച്ച നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം നിലയുള്ള ഹോസ്റ്റലിൽ കണ്ടെത്തിയത്. പോലീസിന് പ്രാഥമികമായി ചില വ്യക്തിപരമായ കാരണങ്ങളാവും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നൊരു നിഗമനം മാത്രമാണുള്ളത്. മറ്റ് കാരണങ്ങളെക്കുറിച്ചൊരു വ്യക്തതയുമില്ല. ഒപ്പം ആത്മഹത്യാക്കുറിപ്പും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ രാത്രി വൈകിയാണ് കോട്ടയം കിടങ്ങൂരുള്ള ബന്ധുക്കൾ ഈ കോഴിക്കോട് എത്തിയത്. അതിനുശേഷം മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലക്ഷ്മിയുടെ സഹപാഠികളും ബന്ധുക്കളുമൊക്കെ നിൽക്കുന്നുണ്ട്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. സഹപാഠികളുടെയും ബന്ധുക്കളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇന്നലെ ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ വരുന്ന ദിവസമായിരുന്നു. അവർക്ക് വരവേൽപ്പ് നൽകുന്ന അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നു. അതിൻ്റെ തലേദിവസം ഇതിൻ്റെ ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇത് തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ലക്ഷ്മി പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നലെ അസുഖമാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാരോട് പറഞ്ഞ ശേഷം ക്ലാസ്സിലേക്ക് പോകാതിരുന്നത്. ഉച്ചയായിട്ടും പുറത്തേക്കൊന്നും കാണാതെ വന്ന സാഹചര്യത്തിൽ ജീവനക്കാർ ഈ കതക് തുറന്ന് നോക്കിയപ്പോഴാണ്, വില്ലയിലെ ജീവനക്കാർ നോക്കിയപ്പോഴാണ് ഈ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും തികഞ്ഞ ഒരു അവ്യക്തത എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് തികഞ്ഞ അവ്യക്തത നിലനിൽക്കുകയാണ്. 1ാം സെമസ്റ്റർ പരീക്ഷയിൽ കാര്യമായ മാർക്ക് ലക്ഷ്മിക്ക് ലഭിച്ചില്ലെന്ന് ചില കൂട്ടുകാർ പറയുന്നുണ്ട്. വളരെ സമർത്ഥിയായി പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. കോട്ടയം CMS കോളേജിലൊക്കെ പഠിച്ച കുട്ടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ലഭിച്ച അല്ലെങ്കിൽ വളരെ മികച്ച അക്കാദമിക നിലവാരമുള്ള കുട്ടിക്ക് ഒരുപക്ഷെ സെമസ്റ്ററിൽ തോറ്റതൊരു മാനസിക സംഘർഷം നൽകിയിരിക്കാമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും ഒരു വ്യക്തത ഇപ്പോഴും ഈ മരണത്തെക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല. ശരി അനീഷ്. വിദ്യാർത്ഥിയായിരിക്കെ ഡിപ്ലോമ പ്രൊജക്ടായി ചെയ്ത ആദ്യ സിനിമ IFFK വേദിയിൽ പ്രദർശനത്തിനെത്തിയതിന്റെ ആവേശത്തിലാണ് യുവ സംവിധായകനായ അഫ്രദ് VK. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഫെസ്റ്റിവൽ കലഡോസ്കോപ്പ് വിഭാഗത്തിലാണ് അഫ്രദിന്റെ ചിത്രം റിപ്റ്റൈഡ് ഇടം നേടിയത്. ഈ ഒരാള് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്, ഒന്നിച്ച് ഒരേ ബാച്ചിൽ പഠിച്ചിറങ്ങിയതാണ്. അപ്പൊ ആളുടെ സിനിമ ഇന്ന് ഇത്രയും വലിയ ഒരു ഇതില് IFFK പ്രദർശിപ്പിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്റെയും കൂടി ഒരു സന്തോഷമാണ്. അപ്പൊ അഫ്രദി, കഴിഞ്ഞ പ്രാവശ്യം 2022 നമ്മള് IFFK ഒന്നിച്ച് കാണാൻ വന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ ഇപ്പോ നിന്റെ സിനിമ എന്ന് പറയുമ്പോൾ അത് പേഴ്സണലി എനിക്ക് അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സിനിമ പ്രദർശനത്തിന്റെ സമയത്ത് നീ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡ്രീം കം ട്രൂ അല്ല, സ്റ്റിൽ ഒരു ഡ്രീമാണ്. അപ്പോൾ ഈ ഒരു ഡ്രീമിനെ കുറിച്ചിട്ട്, സിനിമയെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം നമ്മൾ ഡിപ്ലോമ ഫിലിമായിട്ട് തുടങ്ങിയ സിനിമ റോട്ടർഡാമിൽ പ്രീമിയർ ചെയ്യുന്നു, പിന്നെ അവിടുന്ന് ബെർലിനിൽ പോകുന്നു, അയർലാൻഡിൽ പോകുന്നു, പിന്നെ ഫൈനലി ലാസ്റ്റ് നമ്മളെല്ലാവരും സ്പെഷ്യലായി നിൽക്കുന്ന, എപ്പോഴും എല്ലാ കൊല്ലവും നമ്മൾ ഡെലിഗേറ്റായി വരുന്ന ഈ സ്ഥലത്ത് ഇപ്രാവശ്യം നമ്മുടെ സിനിമയായിട്ട് മുന്നോട്ട് വരാമെന്ന് പറയുന്നത് ഒരു ഭയങ്കര സറിയലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. അതിപ്പോഴും നമുക്ക് ഈ ഒരു ജേണി എങ്ങനെ സംഭവിച്ചു, നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡിപ്ലോമ ഫിലിം എടുക്കാന്നുള്ള രീതിയിൽ എടുത്തൊരു പ്രോജക്റ്റ് ഇങ്ങനെ ഇത്ര ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര പ്രൗഡാണ്.
ഒരു എന്താ പറയുക വല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു ഈ മൊമെന്റിൽ. നമ്മൾ പൊതുവേ മലയാള സിനിമയിൽ കണ്ട് ശീലമില്ലാത്ത ഒരു രീതി, ഒരു നോൺ ലീനിയർ ആയിട്ടാണ് സിനിമ എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഗേ ലവ് സ്റ്റോറി പറയുന്ന സിനിമയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ പറയാം എൻ്റെ സിനിമയിലൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീമിൽ കൊണ്ടുവരാം. പ്രത്യേകിച്ച് ഫ്രെയിംസിന്റെ കാര്യം അത് എടുത്തു പറയേണ്ട. ആ ഒരു ലവ് സ്റ്റോറിയുടെ അതെല്ലാം നമുക്ക് ആ ഓരോ ഫ്രെയിമിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വെക്കുന്നതാണെങ്കിലും ഈ ഒരു പാറ്റേൺ ആണെങ്കിലും ഇങ്ങനെ ഒരു കഥയാണെങ്കിലും അത് എടുക്കാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയത്തിലോട്ട് എത്തിപ്പെടുന്നു. ആക്ച്വലി അതൊരു ധൈര്യം എന്നൊക്കെ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റായിട്ട് ഒരു സിനിമ എടുക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ കണ്ടിട്ടുള്ള ബാക്കി സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാവണമെന്നും ടോട്ടലി തന്നെ നമുക്ക് എല്ലാ രീതിയിലും എക്സ്പെരിമെൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടോട്ടൽ ഫണ്ണായിട്ട് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാനും ടോട്ടലി നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് മൊത്തം പ്രൊജക്റ്റ് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനത്തെ ഒരു വിഷ്വൽ ലാംഗ്വേജും അതിൻ്റെ എഡിറ്റിങ്ങിലായാലും സ്റ്റോറി ടെല്ലിങ്ങിലായാലും നറേഷനിലായാലും അതിൻ്റെ കഥ പറയുന്ന രീതിയിലായാലും അതിൻ്റെ പലതരത്തിലുള്ള മൊണ്ടാഷസ് കൂടെ ഒക്കെ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. സുഖമാണ് ഇതിലെ ഒരു ലീഡ് ക്യാരക്ടറായിട്ട് അഭിനയിച്ചത് സുഖമാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലോട്ട് അഫ്രദ് എങ്ങനെയാണ് വന്ന് പറഞ്ഞത്, എങ്ങനെയാണ് സുഖു എന്നുള്ള ഈ റോൾ ചെയ്യാം എന്നുള്ള? ആക്ച്വലി ഞാൻ നന്നായിട്ട് ഫിലിമിനെ സ്നേഹിക്കുകയും ആക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ബേസിക്കലി ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പം എനിക്കും അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ബേസ്ഡ് സാധനം, പിന്നെ അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു എന്താ പറയുക, അവനൊരു ഡിപ്ലോമ പ്രോജക്റ്റായിട്ട് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് ടൈം ഒരു ഡ്രീം ക്യാച്ചർ ആയിരിക്കുമല്ലോ. എല്ലാവരും സിനിമ കഴിഞ്ഞ് കണ്ടപ്പോൾ, ഷോ കഴിഞ്ഞ് കണ്ടപ്പോൾ അതിന്റെ സിനിമാറ്റോഗ്രാഫി അതിനെ കുറിച്ചിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. മീൻസ് ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷൂട്ടിംഗ് ആയിട്ടോ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഒരു ഫാമിലിയോടെ ഒരു ട്രിപ്പിന് പോയിട്ട് എന്തൊക്കെ കുറച്ച് നേരം ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നു, ചില്ല് ചെയ്യുന്നു, ആ ഒരു വൈബിലാണ് നമ്മളിത് ഫുള്ളി ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ എല്ലാം കൂടെ കൊളാബ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് അതിൻ്റെതായ കുറേ കാര്യങ്ങൾ കിട്ടി, ഇങ്ങനെ സെറ്റായി. വിമർശനങ്ങളും ഒപ്പം തന്നെ പോസിറ്റീവ് കമന്റ്സും വരുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ്? വിമർശനങ്ങൾ ഒരു സിനിമ എന്ന് പറയുന്നത് ടോട്ടലി സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് ഒരാൾക്ക് കാണുന്ന രീതിയിലായിരിക്കില്ല വേറൊരാൾക്ക് വേറൊരു രീതിയിൽ സിനിമനെ ഇഷ്ടപ്പെടുന്നത്. അത് എനിക്ക് തോന്നുന്നത് നമ്മളതിന് രണ്ടിനെയും ഇരു കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം വിമർശനങ്ങൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനും നമുക്ക് തന്നെ സ്വയം അത് തെറ്റുകൾ തിരുത്താനും സഹായിക്കും. അതേപോലെ തന്നെ അപ്രിസിയേഷൻസ് നമ്മൾ കൂടുതൽ വർക്കുകൾ ചെയ്യാൻ വേണ്ടി പ്രചോദനം തരും. അപ്പോൾ രണ്ടിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. വിമർശനങ്ങൾ വരട്ടെ, കൂടുതൽ വിമർശനങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അപ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുന്നുണ്ട്. അതെനിക്ക് IFFKയിലുള്ള ഒരു ക്രൗഡിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ ബാക്കിയുള്ള ഫെസ്റ്റിവൽസിലൊക്കെ പോയി വന്നപ്പോൾ. കാരണം ഇവിടെയുള്ള ഓഡിയൻസസ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് സിനിമനെ കാണുന്ന ആൾക്കാരാണ്. ഓരോ ആസ്പെക്ട്സിനെ കുറിച്ചും വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ വശങ്ങളായാലും അതിൻ്റെ ഫിലിം മേക്കിംഗ് ആസ്പെക്ട്സ് ആയാലും വളരെയധികം ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം നോക്കുന്നുണ്ട്. അതൊരു വലിയ എനിക്കൊന്നും ഇവിടുത്തെ ഓഡിയൻസസിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ക്യൂന സെഷൻസിലും അല്ലെങ്കിൽ മൊത്തം ഫെസ്റ്റിവലിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നു. വളരെയധികം പ്രതീക്ഷയോടെ ഞങ്ങളും കാത്തിരിക്കുന്നു. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ അല്ലെങ്കിൽ ഇതിന്റെ സംവിധായകൻ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അഫ്രദിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു വലിയ ജനറേഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ സംവിധായകൻ. ക്യാമറാമാൻ വിനോദിനൊപ്പം ആയിഷത്തുൽ ഷംന, News 18. കാനഡയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് സമ്മർദ്ദം ശക്തമാകുന്നു. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗും രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. രാജ്യത്തെ ഉയർന്ന ജീവിത ചെലവും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയുമാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇപ്പോൾ വിനയാകുന്നത്. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, ജസ്റ്റിൻ ട്രൂഡോ പുറത്തേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അശ്വതി, ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യ വിരുദ്ധ നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൽക്കാലം ശ്രദ്ധ തിരിക്കാനുള്ളൊരു ശ്രമം പല ഘട്ടങ്ങളിലും നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമങ്ങൾ എല്ലാം പരാജയപ്പെടുന്നു. ഒടുവിൽ കുരുക്ക് മുറുകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം വിശ്വസ്തരായി നിന്ന പല ആളുകളും ഇപ്പോൾ അദ്ദേഹത്തെ കൈവിടുകയാണ്. നേരത്തെ പല നിർണായക ഘട്ടങ്ങളിലും ജസ്റ്റിൻ ട്രൂഡോയെ സഹായിച്ചിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. ജഗ്മീത് സിംഗ് വ്യക്തമാക്കുന്നത് കാനഡ ഇപ്പോൾ ജീവിത ചിലവുകൾ നേരിടാൻ പ്രയാസപ്പെടുകയാണ്. താരിഫ് ഭീഷണി വരുന്നു, തൊഴിലില്ലായ്മ വരും. അതുകൊണ്ട് സ്വാഭാവികമായും ട്രൂഡോ രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ട്രൂഡോയുടെ ലിബറൽ പാർട്ടിയിലെ 1/3 MP-മാർ അദ്ദേഹം രാജിവെക്കണം എന്ന നിലപാടാണ്. അടുത്ത വർഷമാണ് അവിടെ
പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് ഒക്ടോബറിൽ. പക്ഷേ അതിനു മുൻപ് ഒരു അവിശ്വാസ പ്രമേയം വന്നേക്കുമോ എന്ന സംശയം വരെ പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. പ്രതിപക്ഷ നേതാവും ശക്തമായി ഇദ്ദേഹത്തിൻ്റെ രാജിക്ക് ഉള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ഉപപ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ പോസ്റ്റ് മറ്റൊരാൾക്ക് നൽകിക്കൊണ്ട് അവിടെ ഡൊമിനിക് ലെബ്ലാങ്കിനെ ധനമന്ത്രിയായി നിയമിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ആ പ്രശ്നം ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം വലിയ സാമ്പത്തിക ബാധ്യത കാനഡ നേരിടുന്നു. ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ എങ്ങനെ കഴിയും എന്നത് കാനഡയ്ക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയും ചെയ്യും. അശ്വതി. ശരി മനു. നിലമ്പൂരിലെ പ്രധാന ആകർഷണമായി മാറിയിരിക്കുന്ന കൂറ്റൻ ചെസ് ബോർഡിനെ കുറിച്ചാണ് അടുത്ത റിപ്പോർട്ട്. ചക്കാലക്കുത്ത് സ്വദേശിയും ഗവൺമെന്റ് മാനവേദൻ HSലെ മുൻ ഡ്രോയിംഗ് ഇൻസ്ട്രക്ടറുമായ MR രവിയാണ് മരത്തിൽ ഈ ചെസ് ബോർഡ് നിർമ്മിച്ചത്. ആര് കണ്ടാലും ഒന്ന് അമ്പരക്കും ഈ കൂറ്റൻ ചതുരംഗ പലകെ. 4 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുണ്ട് ഈ ഭീമൻ ചെസ് ബോർഡിന്. 0.25 കനത്തിൽ കനമുള്ള മരക്കഷ്ണങ്ങൾ കൂട്ടിയോജിപ്പിച്ച് അതിൽ മറ്റൊരു പലക ഉറപ്പിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ചെസ് പീസുകൾ നിർമ്മിച്ചത്. മരം കൊണ്ടുണ്ടാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ ചെസ് ബോർഡാണിതെന്ന് MR രവി പറയുന്നു. ഇത് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇത് ചെസ് ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയല്ല. ഞാൻ എൻ്റെ ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു പേന കൊണ്ട് വരയ്ക്കണ ഒരു ഡ്രോയിങ് ഉണ്ടായിരുന്നു, ഡ്രോയിങ് സീരീസ്. അതിലേക്ക് ചതുരംഗത്തിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അതിന് വേണ്ടിയിട്ട് മോഡലുണ്ടാക്കിയ സാധനം ഇത്. ഈട്ടിയും തേക്കും ഉപയോഗിച്ചാണ് ചെസ് ബോർഡ് നിർമ്മിച്ചത്. കറുത്ത കരുക്കൾ കരുവാകയിലും വെളുത്ത കരുക്കൾ പ്ലാവിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2013 ശരിക്കും ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ വേൾഡ് റെക്കോർഡായിട്ട് തന്നെ. അപ്പോൾ അത് ഞാൻ എന്താ ശരിക്കും ഇത് റെക്കോർഡിനൊന്നും ഉണ്ടാക്കിയല്ല, ഞാൻ അതിന് ഒത്തിരി മുന്നേ ഉണ്ടാക്കിയതാണ്. ഈ 2013 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000-ന് മുമ്പേ ഉണ്ടാക്കിയതാണ്. വന്നത് 2013 മാത്രം. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലും കയറിയിട്ടുണ്ട് ഈ കൂറ്റൻ ചെസ് ബോർഡ്. ഒന്നുറപ്പാണ്, ഇതിലും വലിയ മരം കൊണ്ടുണ്ടാക്കിയ ചെസ് ബോർഡ് നിർമ്മിക്കുന്നതുവരെ രവിയും അദ്ദേഹത്തിന്റെ ചെസ് ബോർഡും ലിംക ബോർഡ് ഓഫ് റെക്കോർഡിൽ ഉണ്ടാകും. ന്യൂസ് 18 മലപ്പുറം. പോലീസുകാരുടെ ഗുണ്ടാബന്ധവും ബാറിലെ തമ്മിലടിയും ആത്മഹത്യയുമൊക്കെയാണ് പലപ്പോഴും വാർത്തയാകുന്നത്. സമയനിഷ്ഠയില്ലാതെ പലപ്പോഴും ജോലി ചെയ്യുന്ന ഇവരുടെ കഷ്ടപ്പാട് ചർച്ചയാകുന്നത് വളരെ വിരളമാണ്. തിരക്കിട്ട ജോലിക്കിടയിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ സമയം കിട്ടിയപ്പോൾ തിരുവല്ല കോയപ്രം സ്റ്റേഷനിലെ പോലീസുകാരുടെ ആഘോഷം കാണാം. മികച്ച പുരുഷ ഫുട്ബോളർക്കുള്ള ഈ വർഷത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം റയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ജൂനിയറിന്. കാർലോ ആഞ്ചലോട്ടിയാണ് മികച്ച പരിശീലകൻ. എമിലിയോ മാർട്ടിനസ് ആണ് ഗോൾ കീപ്പർ. അർജന്റീനയ്ക്കൊപ്പം ലോകകപ്പും 2 തവണ കോപ്പ അമേരിക്ക കിരീടവും നേടിയിട്ടുള്ള താരമാണ് മാർട്ടിനസ്. 3 വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് എമിലിയാനോ മാർട്ടിനസ് മികച്ച ഗോൾ കീപ്പറാകുന്നത്. സ്പാനിഷ് താരം എയ്റ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരമായി. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. പാർലമെന്റിനകത്തും പുറത്തും ബില്ലിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ 4 ദിവസം വളരെ ചൂടേറിയ ചർച്ചകൾക്കാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. 2 ദിവസം ലോക്സഭയിൽ ഭരണഘടനയുടെ 75-ാം വർഷത്തെ മഹത്തായ യാത്രയെ സംബന്ധിച്ചുള്ള
ചർച്ചകൾ ആദ്യം ലോക്സഭയിൽ നടന്നു, പിന്നീട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടന്നു. ഇന്നലെ അതിന് ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മറുപടി പറയുകയും ചെയ്തു. സ്വാഭാവികമായും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും പുകയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം തൻ്റെ മറുപടി പ്രസംഗത്തിൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസ് അനാവശ്യമായി അംബേദ്കറുടെ പേര് ഉപയോഗിക്കുന്നു. അംബേദ്കർ 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 എന്ന് ഇങ്ങനെ കോൺഗ്രസ് പറയുന്നതിന് പകരം ദൈവത്തിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടിയേനെ എന്ന അമിത്ഷായുടെ പ്രതികരണം വലിയ തോതിൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ ട്വീറ്റുമായി രംഗത്തെത്തി. അംബേദ്കറെ അധിക്ഷേപിക്കുന്നത് മനുസ്മൃതിയെ പിന്താങ്ങുന്ന BJPയുടെ നിലപാടിനെയാണ് കാണിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ഇത് ഇന്നും പാർലമെന്റിൽ ഉയരും എന്നാണ് കണക്കാക്കുന്നത്.